വടക്കേ മലബാറിൽ കാവും കരയും അണിഞ്ഞൊരുങ്ങുന്ന പൂക്കാലമാണ് പൂരോത്സവ ദിനങ്ങൾ. കാമദേവനെ ആരാധിക്കുന്ന ദിവസങ്ങളാണ് കാർത്തിക മുതൽ പൂരം വരെ 9 നാളുകളിലായുള്ള ദിവസങ്ങൾ. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. പരമേശ്വരന്റെ മുക്കണ്ണിലെ എരുതിയിൽ വെന്തൊടുങ്ങിയ കാമദേവന്റെ തിരുപ്പിറവിയെ അനുസ്മരിക്കുന്ന ഉത്സവമാണിത്. വസന്തവും കാമനും സന്തത സഹചാരികളാണെന്നാണ് വിശ്വാസം. കാമന്റെ വരവിന് മുൻപായി വസന്തൻ വന്ന് പൂക്കാലമൊരുക്കും. ചെമ്പകപ്പൂ, അതിരാണിപ്പൂ, എരിക്കിൻപൂ, കട്ടപ്പൂ, ഇലഞ്ഞിപ്പൂ, ആലോത്തിൻപൂ എന്നിങ്ങനെ പലതരം പൂക്കൾ വേനൽക്കാലത്തും ഉത്സവത്തിനായി വിരിഞ്ഞു നിൽക്കും. ഇന്ന് വീടുകളിൽ അപൂർവമായേ പൂവിടാറുള്ളൂവെങ്കിലും ക്ഷേത്രങ്ങളിൽ പൂരോത്സവം പതിവ് തെറ്റാതെ നടക്കുന്നുണ്ട്. പൂരക്കാലത്ത് വ്രതശുദ്ധിയോടെ പെൺകുട്ടികൾ കിണറിന് സമീപമോ മരത്തിൻ ചുവട്ടിലോ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് കാമദേവനെ അനുസ്മരിച്ചുകൊണ്ട് പൂവിടൽ ചടങ്ങ് നടത്തും. വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ നിലവിളക്കും പുടവയും അരിയുമായി പൂവിടുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ച് പൂരക്കുഞ്ഞുങ്ങൾക്ക് ശേഖരിച്ചു വെച്ച പൂക്കൾ കൊടുക്കും. ഈ പൂക്കൾ 3 പ്രാവശ്യം അർപ്പിച്ചതിനു ശേഷം വീടിന്റെ പൂജാമുറിയിലും പൂക്കൾ അർപ്പിക്കും. രാവിലെ ചെമ്പകപ്പൂവിടും, വൈകിട്ട് കിണ്ടിയിൽ വെള്ളം കൊടുക്കും. പൂരനാളിൽ മണ്ണ് കൊണ്ടോ ചാണകം കൊണ്ടോ ഉണ്ടാക്കുന്ന കാമദേവനെ കാമദേവ കാലത്തും നേരത്തും വരണേ എന്ന പാട്ടുപാടിക്കൊണ്ടാണ് മരച്ചുവട്ടിൽ കൊണ്ടാക്കുന്നത്. പൂക്കൾ കൊണ്ട് അലങ്കരിക്കും. പൂരത്തിന്റെ ഭാഗമായി അടയുണ്ടാക്കുന്നതും പതിവാണ്. പെൺകുട്ടികൾ കാമദേവനെ പൂജിക്കുന്നതാണെങ്കിൽ കളരിച്ചുവടുകൾ ഇഴകിച്ചേർന്നിരിക്കുന്ന പൂരക്കളി ആണുങ്ങളുടെ മെയ്യഭ്യാസ പ്രകടനം കൂടിയാണ്. ഗണപതിപ്പാട്ട്, രാമായണം തുടങ്ങിയ വൻ കളികളോടെയാണ് പൂരക്കളി നടക്കുന്നത്. ഇതിനു മുന്നോടിയായി മറത്തുകളിയും നടക്കും. ക്ഷേത്രങ്ങളും കരക്കാരുമായി തിരിഞ്ഞാണ് മത്സരം നടക്കുന്നത്. ഇരു വിഭാഗങ്ങളിലെയും പണിക്കന്മാർ തമ്മിൽ സംസ്കൃത പദ്യങ്ങൾ ചൊല്ലി സംവദിക്കുന്നതാണ് മറത്തുകളി. അലങ്കാരം, വ്യാകരണം തുടങ്ങി സമഗ്ര മേഖലകളെയും അടിസ്ഥാനമാക്കിയാണ് മറത്തുകളി നടക്കുന്നത്. പൂരോത്സവത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ദേവീക്ഷേത്രങ്ങളിൽ ചൊവ്വാഴ്ച പൂരംകളി ചടങ്ങുകൾ നടക്കുന്നതോടുകൂടി ഈ വർഷത്തെ ഉത്സവത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, നീലേശ്വർ.